ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ചാൽ മിക്സറാണ്. അതിനായിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടി കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് അവില്, പിന്നെ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഊറ്റി നമുക്ക് ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കണം. പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ വറുത്തെടുത്ത കായമാണ്, അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ ഒരു 1/4 കപ്പോളം കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട്. ഈ വറുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചിവിടെ വെച്ചിട്ടുണ്ട്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും ആവശ്യമുണ്ട് ഇതിനകത്ത്. ഓക്കെ, പരിപ്പ് നല്ലതുപോലെ ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ എല്ലാം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 2 മണിക്കൂർ കുതിർത്തിട്ട പരിപ്പാണ് കേട്ടോ. നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് സ്വർണ്ണ കളറാവുമ്പോൾ നമുക്ക് എടുത്ത് കോരി മാറ്റാം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന ഐറ്റംസൊക്കെ കൊണ്ടാണ് ഈ മിക്സർ തയ്യാറാക്കുന്നത്. കൂടുതൽ ആയിട്ടൊന്നും ഇടുന്നൊന്നുമില്ല. ഉള്ളത് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊരു തട്ടിക്കൂട്ട് മിക്സർ അതുണ്ടാക്കാൻ പോകണ്ട. അങ്ങനെ കൂട്ടുകാരെ, ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നല്ലപോലെ കിലുങ്ങുന്നുണ്ട്. നല്ലപോലെ കിലുങ്ങും പരിപ്പായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. അങ്ങനെ പരിപ്പ് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുമ്പോൾ ഞാനത് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഓരോരോ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നത്. വീട്ടിലുള്ള എന്ത് സാധനമാണോ അത് വെച്ചിട്ടാണ് ഞാൻ ഓരോരോ ഐറ്റംസും ഉണ്ടാക്കുന്നത്. എന്താണ്, മറ്റേ പൊട്ടുകടലയില്ലേ, അതൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്താൽ നമുക്ക് മിക്സറിലിടാമല്ലോ എന്ന് കരുതി ഞാൻ രാവിലെ 2 മണിക്കൂർ ഇത് കുതിർത്തെടുത്തതാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പൊട്ടുകടലയുടെ ആവശ്യമൊന്നുമില്ല. നല്ല പടപടാ പൊട്ടുന്ന പരിപ്പായി. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതും ഒന്ന് കോരി മാറ്റാം. പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിത് വറുത്ത് ഇടാം. എല്ലാം കൂടി മിക്സ് ആക്കാനുള്ളതാണല്ലോ, അതാണല്ലോ മിക്സർ. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ എടുത്തു വച്ചിരിക്കുന്ന അവലുണ്ടല്ലോ, അതും കൂടെ ഇട്ട് വറുത്ത് കോരി മാറ്റാം. അവലും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതും ഒന്ന് കോരി മാറ്റാം. ആ എണ്ണയിൽ തന്നെ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടൊന്ന് വറുത്ത് കോരാം. വെളുത്തുള്ളിയുടെ സ്മെല്ല് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഇടുമ്പോഴാണ് മിക്സറിന് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത്, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതൊന്ന്
വെച്ചിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി കറിവേപ്പില കുറച്ച് മാറ്റാം. അങ്ങനെ കറിവേപ്പിലയും നല്ലതുപോലെ കിലുങ്ങുന്നുണ്ട് കേട്ടോ, സൗണ്ട് കേട്ടോ. ഇത് നമുക്ക് കോരി മാറ്റാം. പച്ചക്കളറായിട്ടൊക്കെ കിടക്കുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത്, അധികം മൂത്ത് പോകണ്ട. അങ്ങനെ നമ്മുടെ വറുത്ത് കോരാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടലപ്പൊടിയും അരിപ്പൊടിയും കൂടെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നമുക്കിതൊന്ന് ആ പൊടിയൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ.